ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യുന്നത് ഇന്ന് സാധാരണമായ കാര്യമാണ്. എന്നാൽ യാത്രക്കാർ നൽകുന്ന തുകയിൽ വലിയൊരു പങ്ക് കമ്മീഷനായും മറ്റ് ചാർജുകളുമായും പോകുന്നുവെന്ന പരാതിയാണ് പല ടാക്സി ഡ്രൈവർമാരും വർഷങ്ങളായി ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡ്രൈവർമാർക്ക് കൂടുതൽ വരുമാനവും യാത്രക്കാർക്ക് ന്യായമായ നിരക്കിൽ മികച്ച സേവനവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയൊരു സർക്കാർ പിന്തുണയുള്ള ടാക്സി സേവനമാണ് മഹാരാഷ്ട്രയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഭാരത് ടാക്സി എന്ന പേരിലുള്ള ഈ പദ്ധതി സഹകരണ മേഖലയെ ഡിജിറ്റൽ ഗതാഗത രംഗത്തേക്ക് എത്തിക്കുന്ന പുതിയൊരു ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഭാരത് ടാക്സി സേവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സഹകരണ മന്ത്രാലയവും മഹാരാഷ്ട്ര സർക്കാരും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. സ്വകാര്യ ടാക്സി ആപ്പുകൾക്ക് ഒരു ബദലായ സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണിത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡ്രൈവർമാർ വെറും ജീവനക്കാർ മാത്രമല്ല എന്നതാണ്. ഓരോ ഡ്രൈവർക്കും സഹകരണ സംഘത്തിലെ അംഗമാകാനും ഓഹരി ഉടമയാകാനും അവസരമുണ്ട്. അതായത് സേവനം നടത്തുന്നതിൽ മാത്രമല്ല, പദ്ധതിയുടെ വളർച്ചയിലും ലാഭത്തിലും അവർക്ക് പങ്കുണ്ടാകും. യാത്രക്കാരെ സംബന്ധിച്ചോളം വിശ്വാസ്യതയുള്ളതും സുതാര്യവുമായ സേവനം നൽകുകയാണ് ലക്ഷ്യം. അമിത നിരക്കുകളോ മറിഞ്ഞിരിക്കുന്ന അധിക ചാർജുകളോ ഇല്ലാതെ ന്യായമായ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഡിജിറ്റൽ ബുക്കിംഗ് സംവിധാനവും ലളിതമായ പേയ്മെന്റ് സംവിധാനവും പദ്ധതിയുടെ ഭാഗമാകും. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സഹകരണ സിവിൽ ഏവിയേഷൻ സഹമന്ത്രിയും മഹാരാഷ്ട്ര സഹമന്ത്രിയും എംപിമാർ, എംഎൽഎമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, സഹകരണ മേഖലയിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷായുടെയും സഹകരണ മേഖലയെ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള ആശയത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള പല ആപ്പ് അധിഷ്ഠിത ടാക്സി സേവനങ്ങളും യാത്രക്കാരുടെ യാത്ര എളുപ്പമാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഡ്രൈവർമാർക്ക് വേണ്ടത്ര നേട്ടം ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വലിയ കമ്മീഷൻ, പ്ലാറ്റ്ഫോം ചാർജ്, പ്രൈസിംഗ് തുടങ്ങിയവ കാരണം പലപ്പോഴും ഡ്രൈവർമാരുടെ വരുമാനം കുറയുന്ന സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരത് ടാക്സിയിൽ ഈ രീതി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഡ്രൈവർമാർ സേവനം നൽകുന്നവർ മാത്രമല്ല, പദ്ധതിയുടെ ഉടമസ്ഥാവകാശത്തിലും പങ്കാളികളാണ്. പദ്ധതി ലാഭത്തിലായാൽ അതിന്റെ ഒരു വിഹിതം ഡിവിഡന്റായി ഡ്രൈവർമാർക്ക് നൽകും. ഇതിലൂടെ കൂടുതൽ സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരു പ്രധാന കാര്യം സർച്ചർ പ്രൈസിംഗ് ഇല്ലെന്നാണ്. തിരക്കേറിയ സമയങ്ങളിൽ പല സ്വകാര്യ ടാക്സി ആപ്പുകളും യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ ഭാരത് ടാക്സിയിൽ അത്തരമധിക നിരക്കുകൾ ഉണ്ടാകില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. യാത്രക്കാരൻ നൽകുന്ന തുക സുതാര്യമായ രീതിയിലായിരിക്കും. മുംബൈ ലോകത്തിലെ മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരങ്ങളിലൊന്നാണെന്നും ആ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ ഭാരത് ടാക്സിക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രത്യേകിച്ച് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. വിമാനത്താവളത്തിന് സമീപം താമസിക്കുന്ന 3 മുതൽ 4,000 വരെ യുവാക്കൾക്ക് തൊഴിലവസരം ഒരുക്കുന്നതിനായി DB പാട്ടേൽ കോർപ്പറേറ്റ് ട്രാൻസ്പോർട്ട് സൊസൈറ്റിയുമായി കരാർ ഒപ്പുവെച്ചതും മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തു. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഈ പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. സഹകരണ മന്ത്രിയുടെ വാക്കുകൾ പ്രകാരം ഭാരത് ടാക്സി യാത്രക്കാർക്ക് സുരക്ഷിതവും വിശ്വാസമുള്ളതുമായ സേവനം നൽകുന്നതിനൊപ്പം ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലും സ്വയം തൊഴിലും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. സഹകരണ ഉടമസ്ഥാവകാശം ഡ്രൈവർമാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വകാര്യ ടാക്സി കമ്പനികളെ മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം. ഡ്രൈവർമാർക്ക് സ്വന്തം സഹകരണ സംഘത്തിന്റെ ഭാഗമാകാനും അതിലൂടെ കൂടുതൽ സാമ്പത്തിക സുരക്ഷ നേടാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. കേന്ദ്ര സഹമന്ത്രി പറയുന്നതനുസരിച്ച് യാത്രക്കാർ നൽകുന്ന തുക നേരിട്ട് ഡ്രൈവർമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്നാണ്. കൂടാതെ സഹകരണ സംഘത്തിന്റെ ലാഭത്തിൽ നിന്ന് ഡിവിഡന്റും ലഭിക്കും. ഇത് ഡ്രൈവർമാർക്ക് വലിയ പ്രയോജനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് 2 ലക്ഷം പുതിയ സഹകരണ സംഘങ്ങൾ രൂപവൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായി ഇതിനകം തന്നെ 40,000 സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷനായി 3,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. സാങ്കേതിക വിദ്യയും സഹകരണ സംവിധാനവും ഒരുമിച്ച് ചേർക്കുന്ന പുതിയ മാതൃകയാണ് ഭാരത് ടാക്സി മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിന് ന്യായമായ നിരക്കിൽ നല്ല സേവനവും ഡ്രൈവർമാർക്ക് കൂടുതൽ വരുമാനവും ഉടമസ്ഥാവകാശവും നൽകാൻ ഈ പദ്ധതിക്ക് കഴിയുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്നാൽ സഹകരണ മേഖലയെ പുതിയ സാധ്യതകളിലേക്ക് എത്തിക്കുന്ന ഈ പ്രധാന ചുവടുവയ്പായി ഭാരത് ടാക്സിയുടെ തുടക്കം ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.